നിങ്ങളുടെ നല്ല മനസ്സ് കണ്ട് പലരും നിങ്ങളെ നിസ്സാരമായി കാണുന്നുണ്ടോ? ആരും ശ്രദ്ധിക്കാത്ത, ആരും വില കൽപ്പിക്കാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ എത്തിപ്പെട്ടോ? ഓർക്കുക, നിങ്ങൾ ആർക്കൊക്കെയാണോ കൂടുതൽ സ്നേഹവും സമയവും കൊടുത്തത്, അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ വേദനിപ്പിക്കുന്നത്. നിങ്ങളുടെ മൗനം നിങ്ങളുടെ ബലഹീനതയല്ല, പക്ഷേ അത് പലരും അങ്ങനെയാണ് തെറ്റിദ്ധരിക്കുന്നത്. ഇനി ആ മൗനത്തിന് അർത്ഥം നൽകാൻ സമയമായി. നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ നോക്കുന്നവരെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ, നിങ്ങളുടെ ആദരവ് തിരിച്ചുപിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കുന്നവരല്ല, തലയുയർത്തി നടക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. നിങ്ങളെ തരംതാഴ്ത്താൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ എങ്ങനെ ഒരു ചക്രവർത്തിയെപ്പോലെ നിൽക്കാം? ചാണക്യൻ പഠിപ്പിച്ച ആ നിശിതമായ പാഠങ്ങളിലേക്ക് സ്വാഗതം. ഇത് ദി റിയൽ ചാണക്യ. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെയും വ്യക്തിത്വത്തെയും ഒരിക്കലും മരിക്കാൻ അനുവദിക്കാത്ത ഒരു പോരാട്ടഭൂമി. ഇതുപോലുള്ള ശക്തമായ ജീവിതതന്ത്രങ്ങൾ ഇനി നഷ്ടപ്പെടാതിരിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. കാരണം നിങ്ങളുടെ ആദരവ് നഷ്ടപ്പെടുത്താൻ ഇനിയൊരാളെയും നിങ്ങൾ അനുവദിക്കരുത്. ആ കരുത്ത് നിങ്ങൾക്ക് നൽകാൻ ചാണക്യന്റെ ഓരോ അറിവും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള നിങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ഒരു പോയിന്റിൽ നിന്നാണ്. അത് നിങ്ങളുടെ സ്വന്തം മൂല്യമാണ്. ചാണക്യൻ ഒരു സത്യം പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്: നേരെ നിൽക്കുന്ന മരങ്ങളെയാണ് കാട്ടിൽ ആദ്യം വെട്ടിമാറ്റുന്നത്. അതുപോലെ ലളിതമായി പെരുമാറുന്നവരെ ലോകം എളുപ്പത്തിൽ ചവിട്ടിമെതിക്കും. നിങ്ങളുടെ മൂല്യം നിങ്ങൾ തന്നെ നിശ്ചയിക്കണം. നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും ലഭ്യമാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുകയാണെങ്കിൽ, ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ മറക്കും. അവർ നിങ്ങളെ ഒരു സാധാരണക്കാരനായി കാണാൻ തുടങ്ങും. ഓർക്കുക, സ്വർണത്തിന് വിലയുണ്ട്, കാരണം അത് അപൂർവമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറച്ച് കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ തരംതാഴ്ത്താൻ യാതൊരു മടിയും ഉണ്ടാകില്ല. നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ലോകം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ സമയത്തിന് വില കൊടുക്കുക, നിങ്ങളുടെ വാക്കുകൾക്ക് വില കൊടുക്കുക. ആരും നിങ്ങളെ പരിഹസിച്ചാൽ അവിടെ നിശബ്ദമായി എഴുന്നേറ്റ് പോരുക. നിങ്ങളുടെ സാന്നിധ്യത്തിന് വിലയില്ലാത്ത ഒരിടത്ത് നിങ്ങൾ നിൽക്കേണ്ടതില്ല. നിങ്ങളെ ബഹുമാനിക്കാത്തവരെ തിരുത്താൻ നിൽക്കരുത്, പകരം അവിടുന്ന് ഒഴിഞ്ഞു മാറുക. അത് നിങ്ങളുടെ ഗാംഭീര്യമാണ്. സ്വയം ആദരിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ആളുകൾ അവരുടെ സ്ഥാനം മനസ്സിലാക്കി തുടങ്ങും. നിങ്ങൾ ഒരു ചക്രവർത്തിയെപ്പോലെ ജീവിക്കാൻ തീരുമാനിച്ചാൽ ലോകം ഒരു ഭൃത്യനെ പോലെ നിങ്ങളെ അനുസരിക്കും. ഈ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഉള്ളിലെ ആ ആത്മവിശ്വാസം ഈ പ്രപഞ്ചം മുഴുവൻ മുഴങ്ങട്ടെ. ഉറക്കെ പറയൂ, ഐ ആം പവർഫുൾ. ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും വലിയ ആയുധം ഏതാണെന്നറിയാമോ? അത് നോ എന്ന് ഉറപ്പിച്ചു പറയാനുള്ള നിങ്ങളുടെ കഴിവാണ്. ചാണക്യൻ പറയുന്നു, അമിതമായ വിനയം ശത്രുവിന് നിങ്ങളെ കീഴ്പ്പെടുത്താനുള്ള വഴിയൊരുക്കും. നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിർത്തൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക്, നിങ്ങളുടെ സ്വാഭിമാനത്തെ തൊട്ടുതീണ്ടുന്ന കാര്യങ്ങൾക്ക്, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് മുഖം നോക്കാതെ നോ പറയുക. പലരും കരുതുന്നത് നോ പറയുന്നത് മോശമാണെന്നാണ്. പക്ഷേ നിങ്ങളുടെ സ്വകാര്യതയെയും സമയത്തെയും മാനിക്കാത്തവർക്ക് നോ പറയുന്നത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ എല്ലാവർക്കും എപ്പോഴും യെസ് പറയുമ്പോൾ നിങ്ങൾ ഒരു മനുഷ്യനല്ല, മറിച്ച് മറ്റുള്ളവരുടെ കൈകളിലെ ഒരു ഉപകരണമായി മാറുകയാണ്. ഓരോ തവണ നിങ്ങൾ നോ പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ ഉറപ്പിക്കുകയാണ്. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ അവർക്ക് എപ്പോഴും ലഭ്യമാണ് എന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ എപ്പോഴാണ് നോ പറയുന്നത് എന്ന് അവർ തിരിച്ചറിയുമ്പോഴാണ്. നിങ്ങളുടെ സമയത്തിന് വിലയുണ്ടെന്നും നിങ്ങൾ ഒന്നിനും നിർബന്ധിതനല്ലെന്നും അവർ മനസ്സിലാക്കട്ടെ. നിങ്ങൾ ആരുടെയും അടിമയല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ രാജാവാണ്. ഇന്നു മുതൽ നിങ്ങളുടെ നിഘണ്ടുവിലെ ഏറ്റവും കരുത്തുറ്റ വാക്ക് നോ ആയിരിക്കട്ടെ. നിങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്ക് മുന്നിൽ തലയുയർത്തി നിന്ന് ആ വാക്ക് പറയാൻ നിങ്ങൾ തയ്യാറാണോ? ആ കരുത്ത് നിങ്ങളുടെ വാക്കുകളിൽ മാത്രം പോരാ, നിങ്ങളുടെ പ്രവൃത്തിയിലും വേണം. ഒരൊറ്റ വാക്കിൽ അത് രേഖപ്പെടുത്തൂ, ഐ ആം പവർഫുൾ. ഒരു വീടിന് മതിലുള്ളതുപോലെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചുറ്റും അദൃശ്യമായ ഒരു മതിൽ നിങ്ങൾ കെട്ടിപ്പടുക്കണം. ചാണക്യൻ പറയുന്നു, അമിതമായ സാമീപ്യം ബഹുമാനത്തെ ഇല്ലാതാക്കുന്നു. പലരും നിങ്ങളെ ദ്രോഹിക്കുന്നത് അവരോട് നിങ്ങൾ അനുവദിച്ചതിലപ്പുറം സ്വാതന്ത്ര്യം അവർ എടുത്തതുകൊണ്ടാണ്. ആ സ്വാതന്ത്ര്യം നിങ്ങൾ തന്നെയാണ് അവർക്ക് നൽകിയത്. നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കൊക്കെ കടന്നു വരാം, ആർക്കൊക്കെ എന്തുമാത്രം സംസാരിക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ സ്വകാര്യതയിൽ, നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഇടപെടാൻ ആർക്കും അവകാശമില്ല. അതിര് ലംഘിക്കുന്നവരെ അപ്പോൾ തന്നെ തടയുക. മടിച്ചു നിൽക്കരുത്. നിങ്ങൾ തടയുന്നില്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കും. അമിതമായ സൗഹൃദവും സഹകരണവും കാണിച്ച് മറ്റുള്ളവർക്ക് നിങ്ങളെ നിസ്സാരമായി കൈകാര്യം ചെയ്യാൻ അവസരം കൊടുക്കരുത്. നിങ്ങളുടെ അതിരുകൾ ലംഘിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഒരു ചക്രവർത്തിയെപ്പോലെ കൽപ്പിക്കണം, ഇവിടെ വരെ മാത്രം എന്ന്. ആരെയും പ്രീണിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്വകാര്യത വിട്ടുകൊടുക്കരുത്. ശത്രുവിനും മിത്രത്തിനും ഒരുപോലെ ബാധകമാണ് ഈ നിയമം. നിങ്ങൾ എത്രമാത്രം ദൂരത്തിൽ നിൽക്കുന്നുവോ അത്രയും കൂടുതൽ ബഹുമാനം ആളുകൾ നിങ്ങൾക്ക് നൽകും.
ഓർക്കുക, സ്വന്തം അതിരുകൾ സംരക്ഷിക്കാത്തവൻ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ യോഗ്യനല്ല. നിങ്ങളുടെ ജീവിതം ഒരു കോട്ടയാണ്. അതിന്റെ കവാടം ആര് തുറക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. നിങ്ങളുടെ കരുത്ത് തിരിച്ചറിയാൻ നിങ്ങളൊരു പോരാളിയാണെന്ന് ലോകത്തോട് പറയാൻ കമന്റ് ബോക്സിൽ മുഴങ്ങട്ടെ. I am പവർഫുൾ. എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങളുടെ തീരുമാനങ്ങളെ ന്യായീകരിക്കുന്നത്? നിങ്ങൾ എന്തു ചെയ്യുന്നു, എന്തിനാണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ആർക്കും ബാധ്യസ്ഥനല്ല. ചാണക്യൻ പറയുന്നു, അമിതമായി സംസാരിക്കുന്നവൻ തന്റെ രഹസ്യങ്ങളെയും ന്യായീകരിക്കുന്നവൻ തന്റെ അധികാരത്തെയും നഷ്ടപ്പെടുത്തുന്നു. നിങ്ങൾ കൂടുതൽ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ചെറിയവനായി മാറുകയാണ്. നിങ്ങളെ ചോദ്യം ചെയ്യുന്നവർക്ക് മറുപടി നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് എന്ന് അവർ കരുതുന്നു. അത് തെറ്റാണ്. ഒരു സിംഹം തന്റെ വേട്ടയെക്കുറിച്ച് ആർക്കും വിശദീകരണം നൽകാറില്ല. അത് തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളും അതുപോലെയാവുക. നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങൾക്കുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്ന നിർബന്ധം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിതരാകും. എന്നാൽ നിങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ അധികാരത്തെ നിങ്ങൾ അടിയറവ് വെക്കുകയാണ്. ആളുകൾ നിങ്ങളെ മനസ്സിലാക്കണമെന്ന ആഗ്രഹമല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഉത്തരം നൽകേണ്ട ഒരേയൊരു വ്യക്തി നിങ്ങൾ മാത്രമാണ്. ആ തിരിച്ചറിവ് നിങ്ങളുടെ പെരുമാറ്റത്തിൽ വരട്ടെ. ഇനി മുതൽ ആർക്കും മുന്നിലും തലകുനിച്ച് വിശദീകരണം നൽകരുത്. നിങ്ങളുടെ തീരുമാനങ്ങളെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. ആ വലിയ മാറ്റം പ്രഖ്യാപിക്കൂ. കമന്റ് ബോക്സിൽ മുഴങ്ങട്ടെ. I am പവർഫുൾ. നിങ്ങളെ തരംതാഴ്ത്താൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയാമോ? അത് പ്രതികാരമല്ല, അത് നിങ്ങളുടെ വൈകാരികമായ നിസ്സംഗതയാണ്. ചാണക്യൻ പറയുന്നു, പ്രതികരണമില്ലാത്തവൻ പ്രതിയോഗിക്ക് മുന്നിൽ ഒരു പ്രഹേളികയാണ്. ഒരാൾ നിങ്ങളെ അപമാനിക്കുകയോ തരംതാഴ്ത്താൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രതികരണമാണ്. നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ സങ്കടം, അല്ലെങ്കിൽ നിങ്ങളുടെ വിശദീകരണം. അതാണ് അവരുടെ ശക്തി. എന്നാൽ നിങ്ങൾ അത് കൊടുക്കാതിരുന്നാൽ അവർ നിസ്സഹായരാകും. നിങ്ങളുടെ വികാരങ്ങളെ മറ്റൊരാളുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കരുത്. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളെ ബാധിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം ആ വ്യക്തിക്ക് നിങ്ങളുടെ മേലുള്ള എല്ലാ അധികാരവും നഷ്ടപ്പെടും. ഓർക്കുക, ഒരു സമുദ്രത്തിലേക്ക് നിങ്ങൾ കല്ലെറിഞ്ഞാൽ സമുദ്രം ഇളകില്ല, അത് ശാന്തമായി തുടരും. നിങ്ങളും അങ്ങനെയായിരിക്കണം. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കരുത്. നിങ്ങളെ പുച്ഛിക്കുന്നവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു പുഞ്ചിരിയോടെ യാതൊരു വികാരവും പ്രകടിപ്പിക്കാതെ നിൽക്കുന്നതിനേക്കാൾ വലിയൊരു വിജയം വേറെയില്ല. അവർക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ മറുപടി നിങ്ങൾ എന്നെ ബാധിക്കുന്നേയില്ല എന്ന ആ നിശബ്ദമായ സന്ദേശമാണ്. നിങ്ങളുടെ വികാരങ്ങളുടെ ഉടമസ്ഥൻ നിങ്ങളാണ്. നിങ്ങളുടെ സമാധാനം മറ്റൊരാളുടെ വാക്കുകളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾ ശരിക്കും സ്വതന്ത്രനാകുന്നത്. ഈ 5 തന്ത്രങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ ആയുധങ്ങളാക്കി മാറ്റുക. ആ കരുത്ത് പ്രപഞ്ചം അറിയട്ടെ. അവസാനമായി ഉറക്കെ പറയൂ, I am പവർഫുൾ. ചാണക്യൻ ഒരു സത്യം പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അത് അർഹിക്കാത്തവർക്ക് നൽകാതിരിക്കുക. നിങ്ങളെ തരം താഴ്ത്താൻ ശ്രമിക്കുന്നവർ ആഗ്രഹിക്കുന്നതൊന്നു മാത്രം, നിങ്ങളുടെ ശ്രദ്ധ. നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ മറുപടി, നിങ്ങളുടെ സാന്നിധ്യം, ഇതെല്ലാം അവർക്ക് ഭക്ഷണമാണ്. അവരെ പട്ടിണിക്കിടാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങളെ പുച്ഛിക്കുന്നവനോട് തർക്കിക്കരുത്, പകരം അവനെ ഇൻവിസിബിൾ ആക്കുക. അവൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ മറ്റെവിടെയോ നോക്കി നിൽക്കുക. നിങ്ങളുടെ ലോകത്ത് അവന് സ്ഥാനമില്ലെന്ന് നിങ്ങളുടെ കണ്ണുകൾ പറയണം. അവന് നിങ്ങളുടെ ശ്രദ്ധ നൽകുന്നത് അവന് നിങ്ങൾ നൽകുന്ന വലിയൊരു സമ്മാനമാണ്. ആ സമ്മാനം നിർത്തിവെക്കുക. അവൻ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞുപോലും നോക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടക്കുക. ഒരു രാജാവ് തെരുവിലെ നായ്ക്കളുടെ കുരയ്ക്ക് ചെവി കൊടുക്കാറില്ല. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവരെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന നിമിഷം അവർക്ക് നിങ്ങളുടെ മേലുള്ള എല്ലാ അധികാരവും നഷ്ടപ്പെടും. നിങ്ങൾ അവരെ അപ്രസക്തരാക്കുമ്പോൾ അവർ സ്വയം തകർന്നു പോകും. ഇനി മുതൽ നിങ്ങളുടെ ശ്രദ്ധ അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക, അല്ലാത്തവരെ ശൂന്യതയിലേക്ക് തള്ളിക്കളയുക. ആ കരുത്ത് നിങ്ങളുടെ നോട്ടത്തിലും നടത്തത്തിലും ഉണ്ടാകണം. നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു പോരാളിയാണ് എന്ന് ഈ ലോകത്തെ ഓർമ്മിപ്പിക്കുക. അവസാനമായി ആ പ്രഖ്യാപനം മുഴങ്ങട്ടെ, I am പവർഫുൾ. ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ ഏറ്റവും അവസാനമായി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം. നിങ്ങൾ അവരോട് ഒന്നും പറയരുത്. നിങ്ങൾ എന്താണെന്ന് തെളിയിക്കാൻ പോലും മെനക്കെടരുത്. ചാണക്യൻ പറയുന്നു, വിജയിയായവന്റെ വാക്കുകൾ ലോകം കേൾക്കും, തോറ്റവന്റെ വാക്കുകൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കില്ല. നിങ്ങളെ തരം താഴ്ത്തിയവർക്ക്, നിങ്ങളെ പരിഹസിച്ചവർക്ക് നിങ്ങൾ നൽകേണ്ട ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നോ? നിങ്ങളുടെ വമ്പിച്ച വിജയമാണ്. നിങ്ങൾ താഴെ വീണു എന്ന് കരുതിയ അതേ കൈകൾ നിങ്ങൾക്ക് മുന്നിൽ കൂപ്പാൻ അവർ നിർബന്ധിതരാകണം.
നിങ്ങൾ പരാജയപ്പെടുമെന്ന് അവർ പ്രവചിച്ച അതേ വായ കൊണ്ട് അവർക്ക് നിങ്ങളുടെ പേര് അഭിമാനത്തോടെ പറയേണ്ടി വരണം. അതുവരെ നിശബ്ദനായി നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി അധ്വാനിക്കുക. നിങ്ങൾ വാദിച്ചു ജയിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ അവരെപ്പോലെയായി മാറുകയാണ്. എന്നാൽ നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങൾ അവരെക്കാൾ എത്രയോ മുകളിലാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. നിങ്ങളുടെ ഉയർച്ച അവരുടെ കണ്ണിന് തീയായി മാറട്ടെ. നിങ്ങളുടെ ജീവിതം അവർക്ക് അസൂഹ്യമായ ഒന്നായി മാറട്ടെ. അതാണ് ഏറ്റവും വലിയ പ്രതികാരം. അതാണ് ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്തുന്ന ഏറ്റവും ക്രൂരവും മനോഹരവുമായ മാർഗം. വാക്കുകൾ കൊണ്ട് ആരെയും തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ നേട്ടങ്ങൾ കൊണ്ട് അവർക്ക് മറുപടി നൽകുക. ആ വലിയ വിജയത്തിലേക്ക് നടക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഉള്ളിലെ പോരാളി ഉണർന്നിരിക്കുന്നു എന്ന് ലോകമറിയട്ടെ. അവസാനമായി ഉറക്കെ പറയൂ, ഐ എം പവർഫുൾ. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് വെറും വാക്കുകളല്ല, നിങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള തന്ത്രങ്ങളാണ്. നിങ്ങളെ തരംതാഴ്ത്താൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ആരും കാണാത്ത നിങ്ങളുടെ ആ പഴയ മുഖം ഇനി വേണ്ട. നിങ്ങൾ ആരാണെന്ന്, നിങ്ങളുടെ മൂല്യം എന്താണെന്ന് അത് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള സമയമായി. ഓർക്കുക, നിങ്ങളൊരു ഇരയല്ല, നിങ്ങളുടെ ജീവിത സാമ്രാജ്യത്തിന്റെ രാജാവാണ്. ആ സിംഹാസനം ആരെയും വിട്ടുകൊടുക്കരുത്. ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങളുടെ വിജയത്തിൻ്റെതാകണം. ഈ അറിവുകൾ കേട്ട് മാറുന്നവരല്ല, ഇത് പ്രവൃത്തിയിൽ വരുത്തി ചരിത്രം കുറിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ഇതുപോലുള്ള ചാണക്യതന്ത്രങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്താൻ നിങ്ങളുടെ ശത്രുക്കൾക്ക് മുന്നിൽ സദാ ജാഗരൂകരായിരിക്കാൻ ദി റിയൽ ചാണക്യ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് കേവലം ഒരു ബട്ടൺ അമർത്തലല്ല, അത് നിങ്ങളുടെ ശത്രുവിനുള്ള ഏറ്റവും വലിയ താക്കീതാണ്. ഞാൻ ഉണർന്നിരിക്കുന്നു എന്ന താക്കീത്. നിങ്ങളൊരു തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളിയാണെന്ന് ലോകമറിയട്ടെ. നന്ദി, നമസ്കാരം.